സുഷിയാണിത്. ചേട്ടൻ ഇதை കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണമെന്നാണ് അവര് പറഞ്ഞത്. ചെറിയൊരു എന്നോട് എന്തൊരു സ്നേഹം. എടുത്ത് ഇങ്ങനെ ഇളക്കി കലക്കി വെച്ചോ. ആദ്യം അത് കലക്കി വെക്കേ. ഞാനും കലക്കി വെക്കണോ? ചേട്ടൻ ചെയ്തു തന്നു. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടോ? അങ്ങനെയാ ഈ പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും. എന്റെ ദൈവമേ, സാധാരണ ഞാൻ അങ്ങോട്ട് പണി കൊടുക്കാറുള്ളൂ. ഇതിപ്പോ ഇതൊക്കെ കൂടെ കണ്ടിട്ട് എനിക്ക് ടെൻഷൻ ആയിട്ട്. ഒരു കാര്യം ചെയ്യാം, ഇത് ഇച്ചിരി കൂട്ടാ നമുക്ക്. എനിക്ക് ഇത് മതി കേട്ടാ, ഇത് മതി. കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ കലക്കി വെച്ചോ. അതൊക്കെ നമ്മൾ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോ. 4 അർജുൻ റെഡി ആകും, കാത്തിരുന്ന് കാണാം. അഡ്വക്കേറ്റ് റൗണ്ട്. അഡ്വക്കേറ്റ് റൗണ്ട് എന്ന് പറയുന്ന റൗണ്ടിനകത്ത് ഞാനൊരു 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ, ആദ്യം ഒരു സാധനം എടുത്ത് കഴിക്കേ. എന്താല്ലേ വിനീതേട്ടൻ ഭയങ്കര ഭക്ഷണം പ്രിയനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഭക്ഷണത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അത് വന്നു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ എടുത്ത് ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് മുക്കിയിട്ട് ഇതൊരു പീസ് എടുത്ത് അതിന്റെ മുകളിൽ വെച്ച് ഒറ്റയടി ഓക്കെ മുക്കിക്കോ. ചേട്ടാ കഴിച്ചും കൂടെ കാണിച്ചേ. എടുത്ത് കഴിക്കേ. ഇങ്ങനെ ഇങ്ങനെ ഓക്കെ. കുഴപ്പമില്ല, പേടിച്ച പോലൊന്നുമില്ല ഗൈസ്. ഓക്കെയാണോ? വിനീത് ശ്രീനിവാസന്റെ അച്ഛൻ അഡ്വക്കേറ്റ് ആയിട്ട് അഭിനയിച്ച സിനിമ ഏത്? യെസ് യുവർ ഓണർ. യെസ് യുവർ ഓണറിൽ കറക്റ്റ് അല്ലേ? ഒരു സിനിമയും കൂടെ പറയണം. അപ്പൊ ഒരു സിനിമയും കൂടെ ഉണ്ടല്ലേ? വേറെ ഏതാ? ഇത് 2 എണ്ണം പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ സ്വർഗമാണ്. അതായിരുന്നു ഞാൻ എഴുതി വെച്ചത്. അമിക്കസ് ക്യൂറി. അമിക്കസ് ക്യൂരിയുടെ സ്പെല്ലിംഗ് പറയാം അടുത്ത റൗണ്ട്. എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. എന്തെല്ലാം അഡ്വക്കേറ്റുമായി അടുത്ത് നിൽക്കുന്ന ആളാണല്ലോ പോലീസ്. അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ പോലീസ് വേഷത്തിലെത്തിയ സിനിമ ഏതാണ്? ക്ലൂ തരാ, അച്ഛനും മോനും ഉണ്ട്. ധ്യാന്റെ സിനിമകളൊന്നും കാണാറില്ലല്ലേ? ധ്യാന്റെ സിനിമകൾ അവനെ കാണാറില്ല. അതെല്ലായിടത്തും പറയാറുണ്ട്. അല്ല, ധ്യാന്റെ സിനിമ കുറച്ച് സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം ഒന്നും കണ്ടിട്ടില്ല. അതേതാ പടം? ഭയങ്കര ദേഷ്യക്കാരനായിട്ട് കുട്ടിമാമ. അത് കണ്ടായിരുന്നോ? ഇല്ലല്ലോ, എനിക്ക് അറിയാൻ കണ്ടിട്ടില്ല. ഓക്കെ, അടുത്ത് വിനീത് ശ്രീനിവാസൻ ജയിൽ ചാടുന്ന സിനിമ ഏത്? ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. ഞാൻ അഭിനയിച്ചല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. ജീവിതത്തിലെ ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാല് ഫംഗ്ഷന് വിളിച്ചിട്ടാണോ പ്രതിയായിട്ടാണോ എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയെങ്കിലുമൊക്കെ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ടോ? ഫംഗ്ഷന് വിളിച്ചിട്ട് പോയിട്ടുണ്ട്. അതെവിടെയായിരുന്നു? വിയൂര്. അടുത്ത എന്തായാലും ചേട്ടൻ പറയില്ല, അതിന് വേറെ ചേട്ടനോട് ഡാൻസ് കളിക്കും. എന്താ ക്വസ്റ്റ്യൻ എന്ന് പറയട്ടെ? മീശ മാധവനിലെ മുകുന്ദനുണ്ണി, നമ്മള് മുകുന്ദനുണ്ണിയാണല്ലോ സിനിമ. മീശ മാധവനിലെ മുകുന്ദനുണ്ണി ഈപ്പൻ പാപ്പച്ചിക്കെതിരെ പറയുന്ന CRPC സെക്ഷൻ ഏതാണ്? ഞാൻ 4 ഓപ്ഷൻ തരാം. സെക്ഷൻ 349, സെക്ഷൻ 394, 354, 363. 363.